3 ഉംറകൾ ചെയ്താൽ അതിലൂടെ ഹജ്ജിൻ്റെ കൂലി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് ചോദ്യം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. 3 ഉംറകൾ ചെയ്താൽ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് അതിനടിസ്ഥാനപരമായി യാതൊരു രേഖകളും ഇല്ല. ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഉംറ ഒരിക്കലും ആ രൂപത്തിൽ പഞ്ചസ്തംഭങ്ങളുടെ രൂപത്തിൽപ്പെട്ട പഞ്ചസ്തംഭങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യവുമല്ല. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ എവിടെയും ഈ രൂപത്തിൽ വന്നിട്ടുമില്ല. അഥവാ 3 ഉംറ ചെയ്താൽ അല്ലെങ്കിൽ ഇത്ര ഉംറകൾ ചെയ്താൽ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് എന്ന്. ഹജ്ജിൻ്റെ പ്രതിഫലം അത് വലിയ നമുക്കാർക്കും കണക്കാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലമാണ്. അത് ഹജ്ജിന് മാത്രം തന്നെയാണ് ഉള്ളത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യം, അദ്കാർ ചൊല്ലാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. സാധാരണ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്റുകൾ തന്നെയാണ്. ഇതൊരു കൃത്യമായ ഗൂഗിൾ മീറ്റ് വഴി സ്ത്രീകളുടെ ഗ്രൂപ്പാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ സ്ത്രീകൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു കൃത്യമായ സമയത്ത് ഗൂഗിൾ മീറ്റിലൂടെ ഒരുമിച്ചിരുന്ന് ദിക്ർ പറയുന്നതിൻ്റെ വിധി എന്ത് എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലുമൊക്കെ ഓതാനും ചൊല്ലാനും വേണ്ടി ധാരാളം ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അത് ചൊല്ലുവാനായി ഓതുവാനായി കൊണ്ട് പ്രത്യേകമായി ഒരുമിച്ച് കൂടലും അതുപോലെ തന്നെ അതിനുവേണ്ടി കൂടിയിരുന്ന് ചൊല്ലുന്ന രീതിയും ഒന്നും തന്നെ ഹദീസുകൾ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടുവാനായി, അത് വെർച്വൽ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഇസ്ലാം ഒരിക്കലും തന്നെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരേ ശബ്ദത്തിൽ ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ ഇത്തരത്തിൽ ദിക്റുകൾ ചൊല്ലുക എന്ന് പറയുന്ന രീതികളൊക്കെ ബിദ്അത്താണ് എന്നതാണ്. നിസ്കാരത്തിൻ്റെ ശേഷം പോലും അദ്കാറുകൾ ചൊല്ലുന്ന സമയത്ത് ഒരേ രൂപത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ച് അദ്കാറുകൾ ചൊല്ലുന്നതിനെക്കുറിച്ച് പോലും പണ്ഡിതന്മാർ ബിദ്അത്താണ് എന്ന് പ്രമാണബദ്ധമായി കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്ത്, അതല്ലെങ്കിൽ അനുഷ്ഠാനം എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ദിക്റുകളൊക്കെ തനിച്ചാണ് ചൊല്ലേണ്ടത്, തനിച്ചിരുന്നു കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിൽ വല്ല ഖൈറും, അഥവാ കൂടിയിരുന്ന് ചൊല്ലുന്നതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ തന്നെ സഹാബത്ത് ആ രൂപത്തിൽ തന്നെ അത് കൂടിയിരുന്നു കൊണ്ട് ചെയ്യുന്ന രീതി സ്ഥിരപ്പെടണമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊന്നും നബിയിൽ നിന്നും സഹാബത്തിൽ നിന്നും സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എങ്ങനെയാണോ മതം പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ചൊല്ലുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 മക്കളുള്ള ഒരാളുടെ ചോദ്യം. 2 മക്കൾക്ക് കുടുംബ സ്വത്തിൽ നിന്നും കൊടുത്തു കഴിഞ്ഞു. മറ്റു 2 മക്കൾക്ക് വീടും സ്ഥലവും കാലശേഷം കൊടുക്കാം എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നതിൻ്റെ വിധി എന്ത് എന്നാണ് ചോദ്യം. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം മക്കൾക്ക് നൽകുന്ന സ്വത്ത് ഒരിക്കലും തന്നെ അനന്തരാവകാശത്തിൽ പെടുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു വിഭാഗത്തിന് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളവർക്ക് മാത്രമാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നൽകിയ ആളുകൾക്ക് സ്വത്തില്ല എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതിന് യാതൊരു രൂപത്തിലുമുള്ള തെളിവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരാളുടെ സ്വത്ത് അനന്തര സ്വത്തായിക്കൊണ്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി ആദ്യം മരിക്കുക എന്നത് നിർബന്ധമാണ്. ആ മരിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ജീവിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ ബന്ധുക്കൾ എന്ന നിലക്ക് അവർക്ക് മാത്രമാണ് അയാളുടെ സ്വത്തിൽ നിന്നും അനന്തരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ മക്കൾക്കാരെങ്കിലും സ്വത്ത് നൽകുന്നുണ്ട് എങ്കിൽ അതെല്ലാവർക്കും നൽകാൻ കഴിയുന്നതാണെങ്കിൽ നൽകുക എന്നതാണ്. അല്ല എങ്കിൽ അത് നൽകാതിരിക്കൽ തന്നെയാണ് കൂടുതൽ ഉത്തമം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അതിൻ്റെ അർഹരായ ആളുകൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് നൽകിയതുപോലെയുള്ളൊരു ഓഹരി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള ആളുകൾക്ക് നൽകി അവശേഷിക്കുന്നത് എന്താണെങ്കിലും അത് മരണശേഷം എല്ലാവരും അവരുടെ അർഹതക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കനുസരിച്ച് അനന്തരമെടുക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ വിട്ടേക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഉത്തരം വളരെ വ്യക്തമാണ്. മറ്റൊരു ചോദ്യം,
എനിക്ക് 21 വയസ്സായിട്ടുണ്ട്. ഞാൻ സുബഹിക്ക് ബാങ്ക് കേട്ട് എണീക്കുമ്പോൾ ഒരു നേരിയ വെള്ള കളറിലുള്ള ഒരു കട്ടിയുള്ള സാധനം കണ്ടു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കുളിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരാമോ? ഇനി അഥവാ കുളിക്കാതെ ഫജ്ർ നിസ്കരിച്ചാൽ എന്താണ് വിധി എന്നതാണ് ചോദ്യം. നേരിയ വെള്ള നിറത്തിലുള്ള കട്ടിയുള്ള ദ്രാവകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മനിയായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനിയാണ് എങ്കിൽ സ്വാഭാവികമാണ് കുളിക്കൽ നിർബന്ധമാകും. കാരണം ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുക എന്നുള്ളത് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അത് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മനീയാണ് കണ്ടത് എങ്കിൽ നിർബന്ധമായും കുളിക്കണം. കുളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ മൊത്തം വെള്ളം ഒലിപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച രീതിയും അതുപോലെ തന്നെ പ്രത്യേകമായി കുളിക്കാൻ പറഞ്ഞ രീതികളും ഒക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പം നബിയുടെ കുളിപ്പിച്ച രൂപത്തിൽ കുളിക്കണമെന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നന്നായി ഗുഹ്യാഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് വുളൂ ചെയ്യുക. നിസ്കരിക്കുവാൻ വേണ്ടി എങ്ങനെയാണോ വുളൂ ചെയ്യുന്നത് അതുപോലെ വുളൂ ചെയ്തതിന് ശേഷം ശരീരത്തിൻ്റെ വലതു ഭാഗത്തുകൂടെയും ഇടതു ഭാഗത്തുകൂടെയും ഒക്കെ നന്നായി വെള്ളമൊഴിച്ച് ശരീരത്തിൽ മൊത്തം വെള്ളമായി എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയാണ് കുളിക്കുന്ന സമയത്ത് ആ നിലക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇനി ആ ഒന്നും ചെയ്യാതെ തന്നെ ഒരാൾ കുളിച്ചാൽ ശരീരത്തിൽ മൊത്തം വെള്ളമെത്തുമ്പോൾ താൻ ജനാത്ഭുത്ത് കുളിക്കുന്നു എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കുളിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ ശുദ്ധിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുണ്ടായിട്ടും അത് മനീയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും കുളിക്കാതെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒളു ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുന്നതല്ല. കാരണം നിസ്കാരത്തിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽ പെട്ട കാര്യമാണ് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നുമൊക്കെ ശുദ്ധിയാകുക എന്നത്. ഇവിടെ മനീയ് പുറപ്പെടുക എന്നത് വലിയ അശുദ്ധിയെ അറിയിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ കുളിക്കൽ നിർബന്ധമായിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഒരു മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചാണ് അടുത്തൊരു ചോദ്യം. ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ നിഹിയാത്തുസൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മരിച്ചവർക്ക് വേണ്ടി 3, 8, 40 തുടങ്ങിയ ദിവസങ്ങളിൽ അവർക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടി അന്നദാനങ്ങൾ നൽകുന്നത് പുണ്യകർമ്മമാണ് എന്ന് അവർ പറയുകയും ഇത് സലഫുകളുടെ ചര്യയാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാണോ എന്നതാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സൂഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ പറഞ്ഞ ഗ്രന്ഥം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജാമിഉ കറാമത്തുൽ ഔലിയ എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സൂഫിയത്തിൻ്റെ എല്ലാ തലങ്ങളെയും അംഗീകരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളം കെട്ടുകഥകളും അതുപോലെ തന്നെ അടിസ്ഥാന വിരുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിന് മുൻഗാമികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് മുൻഗാമികളായ സൂഫികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ എന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, ഇനി ഏത് പണ്ഡിതൻ പറഞ്ഞു എന്നതല്ല നമ്മുടെ വിഷയം. ഒരു കാര്യം അത് മതപരമായി കൊണ്ട് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ആ കാര്യം കൃത്യമായി വരേണ്ടതുണ്ട്. ഇവിടെ ഒരു ഇജ്തിഹാദിന് പോലും സാധ്യത നിലനിൽക്കുന്ന മേഖലയല്ല ഇത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകൾ മരിക്കാറുണ്ടായിരുന്നു. ആ മരിച്ച ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എന്ത് ചെയ്തു എന്നതാണ്. ഒരു പുതിയ വിഷയമാണെങ്കിൽ അഥവാ ഫിഖ്ഹുൻ നവാസിൽ പോലെ അഥവാ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിലൊന്നും വരാത്തതും വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ നേരിട്ട് സൂചനകളില്ലാത്തതുമായ രൂപത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ഇജ്തിഹാദിനുള്ള ഗവേഷണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗവേഷണത്തിന് പോലും സാധ്യത നിലനിൽക്കുന്ന വിഷയമല്ല ഒരാളുടെ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് നബിയുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്നും 7-ൽ 6 പേരും മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്തു എന്നതാണ്. നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ പല ഭാര്യമാരും വഫാത്തായിട്ടുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രത്യേകം ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അന്നദാനം നടത്തിയതോ ദാനധർമ്മങ്ങൾ ചെയ്തതൊന്നും ആ നിലയ്ക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഭരിച്ച ആളുകൾക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ അന്നദാനം നടത്തിയാൽ മതപരമായി കൊണ്ട് അത് തെറ്റില്ല. അതിന് പ്രത്യേകം ദിവസങ്ങൾ നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ അതിന് പ്രത്യേക ആ നിലയ്ക്ക് 3, 7, 14, 40 ആണ്ടി എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നമുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഒരു ആടിനെ വാങ്ങുവാനുള്ള ധനം കയ്യിലുണ്ടായി കഴിഞ്ഞാൽ നബി ആടിനെ വാങ്ങുകയും ഖദീജ ബിയുടെ വിഷയത്തിൽ അവരുടെ മഹദിയുടെ കൂട്ടുകാരികൾക്ക് അതിനെ അറുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ദിവസം കണക്കാക്കുന്ന രീതി ഇല്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളുകൾക്ക് കൂലി ലഭിക്കുക എന്നുള്ള രൂപത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതൊന്ന് അവർക്ക് വേണ്ടി അവരുടെ സ്വാലിഹായ മക്കൾ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തത് അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥിരപ്പെട്ടു വന്ന ഹജ്ജ് ഉംറ പോലെയുള്ള കർമ്മങ്ങൾ, അതുപോലെ ഇത്തരത്തിൽ മാലിയായ അഥവാ സാമ്പത്തികമായ രൂപത്തിലുള്ള സഹായങ്ങൾ, ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി പ്രത്യേകം ദിവസങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണത് ബിദഅത്തായിക്കൊണ്ട് മാറുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. അതായത് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ദിവസങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നതും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ ബിദ്അത്ത് എന്ന ഒരു മേഖല കടന്നു വരുന്നത് എന്നും മുൻഗാമികളുടെ ചര്യയില്ലാത്ത, പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ 3, 7, 14, 40 ആണ്ട് പോലെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അന്ന് ഒരു അന്നദാനം കൊടുക്കുക എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്തതാണ് എന്ന് പ്രത്യേകം ഉസ്താദ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സുജൂദ് എന്നത് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സുജൂദിൻ്റെ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. സുജൂദ് എന്നത് ഒരു സ്വതന്ത്രമായ ഇബാദത്താണ്. ആ സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിലും അല്ലാതെയൊക്കെ വരുന്ന കാര്യമാണ്. സുജൂദ് നിസ്കാരത്തിലാകുമ്പോൾ നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തുകളും അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന് ബാധകമാണ്. ഇനി അതല്ല, ഒരാൾ സുജൂദ് എന്നുള്ള നിലക്ക് സുജൂദ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് നിസ്കാരത്തിലുള്ള കാര്യങ്ങൾ അഥവാ നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ ആ സുജൂദിന് ബാധകമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. അപ്പോൾ നിസ്കാരത്തിലെ സുജൂദാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒന്നു ഉണ്ടാകണം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ കിബിലക്ക് തിരിയുന്നത് പോലെ നിസ്കാരത്തിലെ കിബിലക്ക് തിരിയുന്നത് അതിൻ്റെ നിബന്ധനയാക്കപ്പെട്ടതുപോലെ തന്നെ കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ചെയ്യണം. പിന്നീട് മാത്രമല്ല 8 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. ഹദീസുകളിൽ 7 എന്ന് കാണാം. 7 എന്ന് പറയുമ്പോൾ നെറ്റി, മൂക്ക് ഇത് രണ്ടും കൂടി ഒന്നായിട്ടാണ് എണ്ണാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം കൈപ്പത്തികൾ, 2 കൈയിൻ്റെയും കൈപ്പത്തികൾ, പിന്നെ 2 കാൽമുട്ടുകൾ, പിന്നെ കാലിൻ്റെ വിരലുകൾ, ഇത് മുഴുവനും തറയിൽ കൃത്യമായി ഉറച്ച് വെച്ചുകൊണ്ട് വേണം സുജൂദിലായി കിടക്കാൻ. ആ സുജൂദിൽ ചെയ്യുമ്പോൾ തന്നെ കൈകൾ കൈപ്പത്തി മുതൽ ചില ആളുകൾ കൈമുട്ട് വരെ നിലത്ത് പതിച്ചു വെക്കുന്ന രീതി കാണാൻ കഴിയും. ഈ എന്നാണെന്ന് പറയാം. നായകൾ പതിച്ചു വെക്കുന്നത് പോലെ ഈ കാബ് എന്നൊക്കെ അല്ല കെൽബ് എന്നൊക്കെ ഹദീസുകൾ കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൈപ്പത്തി മാത്രമേ നിലത്ത് പതിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഉയർന്ന് തന്നെ നിൽക്കുന്ന രീതിയാണ് ആ രംഗത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സുജൂദിൽ എത്ര കണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ആ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് നിസ്കാരത്തിലാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ജാമിയായിട്ടുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ തന്നെ പ്രാർത്ഥിക്കലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇനി അതല്ല, ഒരാൾ നിസ്കാരത്തിലല്ലാതെ സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും സുജൂദ് എന്ന് പറയുമ്പോൾ സുജൂദിൽ എങ്ങനെയാണ് കിടക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ കിടന്നുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. അവിടെ ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ച് സുജൂദ് മാത്രം, അതായത് നിസ്കാരത്തിൽ പെട്ടതല്ല എങ്കിൽ നമുക്ക് ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാവുന്നതാണ്. ദിക്റുകൾ എത്രയും വർദ്ധിപ്പിക്കാം, വിഷയമില്ല. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ നമുക്ക് അറിയാവുന്ന ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാവുന്നതാണ്. നിസ്കാരത്തിലാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ അതിനെ പരിമിതപ്പെടുത്തുക എന്നത് കൂടുതൽ പ്രസക്തമാകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. സുജൂദുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സുജൂദിലേക്ക് പോകുമ്പോൾ കണ്ണടച്ച് പോകാൻ പാടുണ്ടോ എന്നതാണ് ചോദ്യം. നിസ്കാരത്തിൽ പൊതുവെ കണ്ണടക്കുന്ന രീതി അത് കറാഹത്തായിക്കൊണ്ടാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. ഇനി കണ്ണടക്കേണ്ട ആവശ്യങ്ങൾ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണടക്കാം, അത്രയേ ഉള്ളൂ. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണ് തുറന്നുകൊണ്ട് സുജൂദിലേക്ക് പോകുമ്പോൾ തലവേദന പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും മറ്റൊക്കെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അത് അനുവദനീയമാണെന്ന് ഒഴിച്ചാൽ കണ്ണടച്ചുകൊണ്ട് തെക്കുവയുണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു കപടത നിറഞ്ഞ തെക്കുവയായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ണ് തുറന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത്. കണ്ണ് അനാവശ്യമായിക്കൊണ്ട് നിസ്കാരത്തിൽ കണ്ണടക്കുക എന്നതിനെ കറാഹത്തായിക്കൊണ്ടുമാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിസ്കരിക്കുന്നതിനിടയിൽ നിസ്കാരത്തിൽ നിന്നും തൻ്റെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന വല്ല രൂപത്തിലുള്ള വസ്തുക്കൾ
മുമ്പിൽ സ്വാഭാവികമായി കൊണ്ട് ഉണ്ടാകുകയോ മറ്റൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടി ഒരാൾക്ക് കണ്ണടക്കുകയാണെങ്കിൽ അത് വിലക്കപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യം, ജുമാഅയ്ക്ക് ബാങ്ക് കൊടുത്തതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ സുന്നത്ത് നിസ്കരിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ജുമാക്ക് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തഹിയ്യത്ത് നിസ്കാരമാകാനാണ് അവിടെ സാധ്യത ഉള്ളത്. കാരണം നേരെ പള്ളിയിലേക്ക് ഒരാൾ കയറി വന്ന ഉടനെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് രണ്ട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നുകിൽ തഹിയ്യത്ത് എന്തായാലും ഉണ്ട്. രണ്ടാമത്തത് ഒന്നു ചെയ്ത് ഉടനെയാണ് വരുന്നത് എങ്കിൽ ആ ഒന്നുവിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് എന്നതും അവിടെ എന്താക്കാവുന്നതാണ്, കരുതാവുന്നതാണ്. അതല്ലാതെ ജുമാക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷം പിന്നീട് വേറെ നിസ്കാരങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ജുമ എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അവിടെ ഖുതുബ കേൾക്കുക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമഅയിൽ അല്ലാഹ് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നാണ്. അവിടെ ദിക്റുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജുമുഅ ഖുതുബയെ കുറിച്ചാണെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഖുതുബ കേൾക്കുന്നതിന് തടസ്സമാകുന്ന മറ്റു ഇബാദത്തുകളൊന്നും ആ സമയത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജുമാക്ക് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ മിമ്പറിൽ ഇമാമ് കയറിയതിന് ശേഷമാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജുമായുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ വളരെ ലഘുവായിക്കൊണ്ട് നിസ്കരിക്കുക. സുദീർഘമായി നിസ്കരിക്കുന്ന രീതിയല്ല, വളരെ ലഘുവായിക്കൊണ്ട് 2 റക്അത്ത് തഹിയ്യത്തും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഒളുവിൻ്റെ സുന്നത്താണെങ്കിൽ അതും ആ കരുതിക്കൊണ്ട് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. അതിനോട് അനുബന്ധിച്ച് ഒരു ചോദ്യം, ഇപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ കാണാറുള്ളത് ജുമാഅയ്ക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആളുകൾ നിസ്കരിക്കാത്തത് കൊണ്ട് ആ സമയത്ത് വന്നതുകൊണ്ടും ബാങ്ക് കൊടുത്ത് കഴിയുന്നതുവരെ കാത്തു നിൽക്കുന്ന ഒരു പ്രവണത ചിലയിടത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ബാങ്ക് കൊടുത്ത് കഴിയുന്നവരെ കാത്തു നിൽക്കണോ, അതല്ല അവിടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുതുബ കേൾക്കാൻ വേണ്ടി വേഗം തയ്യാറായിരിക്കണോ എന്നതാണ് ചോദ്യം. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമയും മറ്റുള്ള നിസ്കാരങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക അഥവാ ഉത്തരം നൽകുക എന്നുള്ളത് അത് പുണ്യകരമായ കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. അപ്പോൾ സാധാരണ ഇതിൽ ആളുകൾ അതാണ് വിചാരിച്ചത്, ബാങ്ക് കൊടുക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കാമെന്നാണ്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ നിസ്കാരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ബാങ്ക് കൊടുത്തതിന് ശേഷവും നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. അതേസമയം ജുമയുടെ നമുക്കറിയാം ബാങ്ക് കൊടുത്ത് കഴിയുന്നതോടുകൂടി ഇമാമ് ഖുതുബ പറയാൻ തുടങ്ങും, ഖത്തീബ് ഖുതുബ പറയാൻ തുടങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുതുബ കേൾക്കുക എന്നത് നിർബന്ധവുമാണ്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ജുമുഅ ദിവസത്തിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് ഉത്തരം കൊടുത്ത് നിൽക്കുകയല്ല വേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ആ 2 റക്അത്ത് ലഘുവായിക്കൊണ്ട് നിസ്കരിക്കുക. നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തുടങ്ങുന്ന ഏറ്റവും ചെറിയ ദിക്ർ ചൊല്ലി ഒരു ഫാത്തിഹയും ഒരു ചെറിയ സൂറത്ത് അല്ലെങ്കിൽ സൂറത്തിൻ്റെ ഒരു ആയത്തോ ഓതി ഒരു റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ച് അടുത്ത റക്അത്തും അതുപോലെ പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടുകയാണ് വേണ്ടത്. അവിടെ ബാങ്ക് കഴിയോളം കാത്തു നിൽക്കുകയല്ല വേണ്ടത്. അറിവില്ലായ്മയാണ് അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ പിൻബലമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യം വുദൂവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് അറിയേണ്ടത്. അദ്ദേഹം കേട്ടത് പ്രകാരമാണ് വുദൂ എടുത്താൽ, അതുപോലെ വുദൂ എടുത്തതിന് ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ സ്വർഗത്തിലെ 8 കവാടങ്ങളും അതിലേത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും എന്നൊരു ഹദീസ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദ്യം. വുദൂവിന് ശേഷം ഷഹാദത്ത് ചൊല്ലിയാൽ എന്നതല്ല, വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഷഹാദത്ത് കൊണ്ട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് ചൊല്ലുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരാൾ വുദൂ ചെയ്തതിന് ശേഷം സ്ഥിരമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലെ 8 കവാടങ്ങളും അദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെടുമെന്നും ഇഷ്ടമുള്ളതിലൂടെ അദ്ദേഹത്തിന് കയറാൻ സാധിക്കുമെന്നും അത് ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും അതിലൂടെ ഇഷ്ടമുള്ളതിലൂടെ കയറാമെന്നതിന് പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ആ 8 കവാടങ്ങളിലൂടെയും കടക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള അമലുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ആ അമലുകൾ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രതിഫലം എന്നുള്ള നിലക്ക് ഈ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള ഏത് കവാടത്തിലൂടെയും കയറുവാൻ ആവശ്യമായ രൂപത്തിലുള്ള
അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന തന്നെ എടുത്തു നോക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമായ 2 ഷഹാദത്ത് കലിമകൾ അതൊരാൾ എന്താക്കണം, അംഗീകരിക്കണം. അതോട് ഷഹാദത്തിനെ പുതുക്കുകയും ചെയ്യണം. രണ്ടാമത്തത് അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ, പടച്ച റബ്ബേ നീ എന്നെ തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ്. അഥവാ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിൽ നിന്നൊക്കെയുള്ള മോചനമാണ് അദ്ദേഹം അതിലൂടെ ആവശ്യപ്പെടുന്നത്. വജഅൽനി മിനൽ മുത്തത്തഹിരീൻ എന്ന് പറയുമ്പോൾ എന്നെ നീ ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുള്ള ശുദ്ധികളുണ്ട്. ഒന്ന് ആത്മീയമായ വിശുദ്ധി, രണ്ടാമത്തത് ശാരീരികമായ വിശുദ്ധിയാണ്. ആത്മീയമായ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഭൗതിക ആരാധനകളും അതുപോലെ തന്നെ ബഹുദൈവ ആരാധനകളെ തൊട്ടുമൊക്കെയുള്ള ശുദ്ധി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൗഹീദിനെ ജീവിതത്തിൽ അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ആ തൗഹീദിനെ ഏകദൈവ വിശ്വാസത്തെ നിലനിർത്തുവാനും ശാരീരിക വിശുദ്ധിയെ നിലനിർത്തുവാനും ഒക്കെ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നൊരു വ്യക്തി ഓരോ സമയത്തും വുളൂ ചെയ്യുമ്പോൾ ഇത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസം മാക്സിമം മിനിമം 5 വക്ത് നിസ്കാരമാണല്ലോ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ 5 വക്ത് മാത്രമായിരിക്കും ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ സുന്നത്തുകൾ പോലും നിസ്കരിക്കാത്ത ആളുകളുണ്ടാവും. പക്ഷേ ഒന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒന്നു എന്ന് പറഞ്ഞാൽ ഒന്നു നഷ്ടപ്പെടുന്ന ഏത് സമയത്തും അവർക്ക് എന്താക്കാം, വീണ്ടും ഒന്നു ചെയ്യാം. എന്തായിരുന്നാലും ഏറ്റവും ചുരുങ്ങിയത് 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി ഒന്നു ഉണ്ടാക്കുന്നുണ്ടാവും. അതിന് പുറമേയും എപ്പോൾ വേണമെങ്കിലും ഒന്നു ചെയ്യാം. ആ ഒന്നു ചെയ്യുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന നിലനിർത്തുമ്പോൾ ഒരർത്ഥത്തിൽ അവനവൻ്റെ ഈമാനിനെ, വിശ്വാസത്തെ പുതുക്കുകയും അതുപോലെ തന്നെ സദാസമയം അവൻ തൗബയിലായിരിക്കുകയും കൂടി ചെയ്യുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവന് ഈ വലിയ പ്രതിഫലം ലഭിക്കുമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നമ്മൾ യാതൊരു സംശയിക്കേണ്ട ആവശ്യമില്ല. നബിയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അത് ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇവിടെ ബാങ്കിനും ഇഖാമത്തിനും ശേഷമുള്ള ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ബാങ്ക് വിളിച്ചതിന് ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ടോ, അത് ഇഖാമത്തിന് ശേഷവും സുന്നത്തുണ്ടോ എന്ന രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുള്ള പ്രത്യേക സമയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി പറഞ്ഞിട്ടുണ്ട്. ഫർദ് നമസ്കാരങ്ങളുടെ ശേഷമുള്ള അദ്കാറുകൾ ആ അദ്കാറുകളുടെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ആയത്തുൽ കുർസി ഓതുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് പ്രമാണങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ബാങ്ക് വിളിച്ചതിൻ്റെയും ഇക്കാമത്ത് വിളിച്ചതിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതുക എന്നുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ബാങ്കിൻ്റെ ശേഷം പ്രാർത്ഥനയുണ്ട്, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലുണ്ട്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന എന്ന് തുടങ്ങുന്ന ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ അതല്ലാതെ ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത് ആ നിലക്ക് തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ആ നിലക്കുള്ള തെളിവുകളോ പ്രമാണങ്ങളോ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യം, സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്ത് വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹ എന്ന് പറയുന്ന ആ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. അതായത് ലോകത്തുള്ള സർവ്വതിൻ്റെയും ഭക്ഷണം അതിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തതാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിണി മരണങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ വിഷയത്തിൽ എന്താണ് വിശദീകരണം തേടുന്നു എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചം എങ്ങനെയായിരിക്കണം, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനാണ്. എന്നാൽ അതോടൊപ്പം ആ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലെ അടിസ്ഥാനപരമായ കാര്യമായ ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാര്യങ്ങൾ പല നിലക്കും സംവിധാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഥവാ സമ്പന്നരായ ആളുകൾ അവരുടെ സ്വത്തിൽ നിന്നും ഇത്ര ശതമാനം, അവരുടെ സ്വത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് ഇത്ര ശതമാനം അത് സക്കാത്തു നൽകണം, പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും എന്താക്കേണ്ടതുണ്ട്, ആ നിലക്ക് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്
അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചു തന്ന വഴികളിലൂടെ നമ്മൾ സമ്പാദിക്കുകയും വേണം. റിസ്ക് നേടുവാനുള്ള വഴികൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ വഴികളിലൂടെ നമ്മൾ അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അത് എത്രയാണോ ലഭിക്കുന്നത്, ആ ലഭിക്കുന്നതിൽ നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ അന്യായമായ നിലക്കോ അതുപോലെ തന്നെ ഹറാമായ നിഷിദ്ധമായ നിലക്കോ ഒന്നും തന്നെ റിസ്ക് അഥവാ ഉപജീവനം സമ്പാദിക്കുവാൻ വേണ്ടി ഒരാളും തന്നെ പണിയെടുക്കേണ്ടതില്ല. അങ്ങനെ ആ കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല. മാത്രമല്ല, പട്ടിണി ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവനും ജീവൻ നിലനിർത്തുന്നവനുമൊക്കെ അള്ളാഹു ആണ് എന്ന അടിസ്ഥാന തത്വം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പട്ടിണി ഭയപ്പെട്ടുകൊണ്ട് ഒരാൾക്കും കൊല്ലാനോ നശിപ്പിക്കാനോ ഒന്നും പാടുള്ളതല്ല. കാരണം അള്ളാഹു ആണ് അവർക്ക് ജീവനും ജീവിതവും ഒക്കെ നൽകുന്നത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് ഈ ആയത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. അഥവാ റിസ്ക്കിൻ്റെ വിഷയം ഭയപ്പെട്ടുകൊണ്ട് മക്കളെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകരുത്. രണ്ടാമത്തത്, റിസ്ക് നേടിയെടുക്കുവാൻ വേണ്ടി അള്ളാഹു നിഷിദ്ധമാക്കിയ വഴികളിലൂടെ പോകേണ്ടതില്ല. എല്ലാവരുടെയും റിസ്ക് അവന് എത്രയാണോ കണക്കാക്കിയിട്ടുള്ളത് അത് അവൻ എന്താക്കിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. എല്ലാവരെയും സമ്പന്നന്മാരാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ആരെയും പട്ടിണിക്കിടാതിരിക്കുക എന്നുള്ളതോ ഒന്നുമല്ല എന്താക്കിയിട്ടുള്ളത് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതായത് അനർഹമായ രൂപത്തിലുള്ള വഴികളിലേക്ക് പോകേണ്ടതില്ല, നിഷിദ്ധമായ വഴികളിലേക്ക് പോകേണ്ടതില്ല. ഇനി ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളതായ സക്കാത്ത് സംവിധാനം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്ത് ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ലോകത്തെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ 2.5% മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ന് ലോകത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സമ്പന്നന്മാർ അവർ മാന്യമായ നിലക്ക് അതിനുള്ള സക്കാത്തുകളും കാര്യങ്ങളും നൽകുന്നില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതല്ല എന്നതൊക്കെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. വളരെ വ്യക്തവും കൃത്യമായി നമുക്ക് ഉത്തരം പറഞ്ഞു നൽകിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ജമാഅത്ത് നിസ്കാരത്തിൽ സ്വഫ് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ പേർ നിന്നാൽ ആ ഭാഗത്ത് നിൽക്കുന്നവരുടെ നിസ്കാരം ശരിയാകും എന്നത് ശരിയാണ്. എന്നാൽ അവർക്ക് പ്രതിഫലം കുറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. നിസ്കാരത്തിൽ സ്വഫ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ആളുകളും വേണ്ടത്ര അറിവുള്ളവരല്ല. എന്നാൽ അറിവില്ല എന്ന അറിവും ഇല്ലാത്തൊരു ദുരന്തകരമായ അവസ്ഥയും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സ്വഫ് നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം മധ്യത്തിൽ വരുന്ന രൂപത്തിലാണ് എപ്പോഴും സ്വഫ് നിൽക്കേണ്ടത്. അതിന് കണക്കാക്കിയിട്ടാണ് പള്ളിയിൽ വന്നാൽ ഇരിക്കുകയും ചെയ്യേണ്ടത്. അത് പള്ളിയിലേക്ക് കയറി വരുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് എവിടെയാണോ ഇമാം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരെ പിറകിൽ വലതുഭാഗത്തായി വരുന്ന രൂപത്തിൽ ആണ് വന്നിരിക്കേണ്ടത്. രണ്ടാമത് കയറി വരുന്ന ആൾ ചെയ്യേണ്ടത് ഇടതുഭാഗത്തിരിക്കുക, മൂന്നാമത് വരുന്ന ആൾ വലതുഭാഗത്തിരിക്കുക, നാലാമത് വരുന്ന ആൾ ഇടതുഭാഗത്തിരിക്കുക. അങ്ങനെ വസിത്തു അല്ല ഇമാം മധ്യത്തിലാകുന്ന രൂപത്തിൽ ആണ് സഫുകൾ നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമാമിലേക്ക് അടുത്ത് നിൽക്കുന്നവരാരാണോ അവർക്കാണ് കൂടുതൽ പ്രതിഫലം നിസ്കാരത്തിലെ സഫിൽ ഉണ്ടാവുക. അപ്പോൾ ആ നിലക്ക് തന്നെ നിന്ന് രണ്ട് ഭാഗവും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ തന്നെ നിൽക്കുക എന്നാണ്. ചില പണ്ഡിതന്മാർ ഇടതുഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ വലതുഭാഗത്തുണ്ട് എങ്കിൽ അത്ര നിസ്കാരം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും ഉണ്ട്. കാരണം അത് അതിൻ്റെ ഗൗരവത്തെയാണ് ആ വിഷയത്തിൽ നമ്മൾ എന്താക്കേണ്ടത്, ആ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. മാത്രമല്ല സ്വഫ് നിൽക്കുന്ന സമയത്ത് സ്വഫിൻ്റെ മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും നെഞ്ചൊരേ രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. പിറകുഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും കാല് മടമ്പുകളും ഒരേപോലെ വരുന്ന രൂപത്തിൽ തന്നെ വേണം സ്വഫ് നിൽക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമാമിൻ്റെ ഇരുവശത്തേക്കും ഒരുപോലെ നിൽക്കുവാൻ അവസരം ഉള്ള രൂപത്തിലാണ് മെഹ്റാബുകളൊക്കെ സംവിധാനിക്കേണ്ടത്. ഇനി ചെറിയ ഇടമാണുള്ളത്, ആ ഉള്ള ഇടത്ത് ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വലതുഭാഗത്ത് കുറച്ച് കൂടുതൽ സ്ഥലം ഉണ്ടാകാം, ചിലപ്പോൾ ഇടതുഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിറകിലുള്ള ആളുകൾക്കും മറ്റുമൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പ്രയാസമാകുകയും സ്ഥലമില്ലാത്ത അവസ്ഥക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെ അൽമഷക്കത്ത് തജ്രിബത്ത് തൈസീർ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. സ്ഥലമുണ്ടായിരിക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇമാമിൻ്റെ മധ്യത്തിൽ വരുന്ന രൂപത്തിൽ തന്നെ സൊഫുകൾ നിൽക്കുന്ന രീതിയിൽ ആ സൊഫുകൾ അവസാനിപ്പിക്കൽ തന്നെയാണ് ഖൈർ എന്നതാണ് പ്രമാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇനി ഒരു ഭാഗത്ത് കൂടി എന്നതുകൊണ്ട് അവിടെ നിസ്കാരം ശരിയാവുകയില്ല എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വിദൂരത്തേക്കാകുന്നതിനനുസരിച്ച് പ്രതിഫലത്തിൽ മാറ്റം വരിക തന്നെ ചെയ്യും, ഒരു സംശയമൊന്നുമില്ല.
കാരണം ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആളുടെ പ്രതിഫലമല്ല ഏറ്റവും അടുത്ത് നിൽക്കുന്നവന് ഉള്ളത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ സൊഫിൻ്റെ മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒന്നാമത്തെ സൊഫിന് മാത്രമാണ് ഈ മഹത്വം ഉള്ളതുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള എല്ലാ സൊഫുകൾക്കും 2 മുതൽ അവസാനം വരെയുള്ള സൊഫുകൾക്കൊക്കെ ഒരേ പ്രതിഫലം തന്നെയാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്നാമത്തെ സൊഫ് ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് ആ രംഗത്ത് നമ്മളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഇതിൻ്റെ പ്രതിഫലം എങ്ങാനും അറിഞ്ഞിരുന്നു എങ്കിൽ അങ്ങനെ അവിടെ സ്ഥലം കിട്ടാൻ, ഒന്നാമത്തെ സൊഫിൽ സ്ഥലം കിട്ടാൻ നറുക്കെടുക്കേണ്ട അവസ്ഥ വരുമായിരുന്നെങ്കിൽ നറുക്കെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ മറ്റൊരു ചോദ്യം, സമസ്തയുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ അവർ മറ്റു സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന, അതായത് ഹുദൈബിയ, ജഹ്റാൻ പോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു മടങ്ങുമ്പോൾ അവിടെ നിന്നും ഇഹ്റാമിൽ പ്രവേശിച്ച് വീണ്ടും ഉംറ ചെയ്യുന്ന രൂപം കാണാറുണ്ട്. ഇത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉംറയ്ക്ക് ഇഹ്റാൻ ചെയ്യാൻ പറ്റുന്ന മീഖാത്തിലൂടെ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉംറ ചെയ്യാം. എന്നാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉംറയ്ക്ക് പോയി ചില ഗ്രൂപ്പിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും ഞാൻ 30 ഉംറ ചെയ്തു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതേപോലെ തന്നെ 10 ഉംറ ചെയ്തു 20 ഉംറ ചെയ്തു എന്നൊക്കെ പറയും. എന്നാലും അവരെ തലയിലെ മുടി പോലും എന്തായിട്ടുണ്ടാവില്ല, ഒന്ന് മുണ്ടനം ചെയ്തതുപോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉംറ ചെയ്യുക, പിന്നെ അടുത്ത വണ്ടി കയറുക, അടുത്ത മീഖാത്ത് തിരഞ്ഞു പോവുക, അവിടെ പോയിട്ട് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കുക, വീണ്ടും വരിക. അപ്പോൾ ഓരോ പോക്കിനും ചെറിയ രൂപത്തിൽ ഇങ്ങനെ തലയുടെ അല്പം മുടിയൊക്കെ എടുത്തുകൊണ്ട് ചെയ്യുന്ന രീതി, ഇങ്ങനൊരു രീതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയല്ല. അതേസമയത്ത് ഒരാൾ മീഖാത്ത് പോയി അദ്ദേഹം വരുന്ന സമയത്ത് ഉംറ ചെയ്താലോ ഉംറ ശരി തന്നെയാണ്, നമുക്കത് ബിദാത്ത് എന്നൊന്നും ഒരു നിലക്കും പറയാൻ കഴിയില്ല. അതേസമയത്ത് അങ്ങനത്തെ രീതി എന്തല്ല സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മീഖാത്തിൽ വെച്ച് ഇഹ്റാൻ ചെയ്യുന്നു, എന്നിട്ട് വന്ന് ഉംറ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ ഹറമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മസ്ജിദുൽ ഹറമും മസ്ജിദ് നബവിയൊക്കെ ഉപയോഗപ്പെടുത്തി അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചും, മസ്ജിദുൽ ഹറമാണെങ്കിൽ തവാഫുകൾ വർദ്ധിപ്പിച്ചും ഒക്കെ കൂടുതൽ പ്രതിഫലം നേടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നൊക്കെ അങ്ങനെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതായത് ഉംറയുടെ എണ്ണം ധാരാളമായി കൊണ്ട് കൂട്ടുക എന്നതല്ല അവരൊന്നും ചെയ്ത രീതികളിൽ വരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാത്രയിൽ ഒരു ഉംറ മാത്രമേ പാടുള്ളൂ എന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ ഒരു ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ഒരാൾ ഒരു ഉംറ ചെയ്തതിന് ശേഷം അടുത്ത തല മുണ്ടനം ചെയ്യാൻ ആവശ്യമായ രൂപത്തിൽ മുടി എപ്പോഴാണോ പിന്നീട് ഉണ്ടായി വരുന്നത്, അപ്പോഴാണ് പിന്നെ അടുത്ത ഉംറ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഒന്നാമത്തെ ഉംറയിൽ നിന്ന് തഹല്ലുലാകുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം തല മുണ്ടനം ചെയ്തിട്ടുണ്ട്, തലയിൽ ഇനി മുടിയൊന്നുമില്ല. ഇനി അടുത്ത ഉംറ ചെയ്യുമ്പോഴത്തേന് എന്ത് വേണം, മുണ്ടനം ചെയ്യാൻ ആവശ്യമായ രൂപത്തിൽ മുടി വരണമെന്ന് വരെ പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഒന്നാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2 എന്നൊക്കെ പറഞ്ഞ് ചെയ്താൽ തന്നെ ബാക്കിയുള്ള സമയം കൂടുതലും ഖുർആൻ പാരായണത്തിലും ദിക്റുകളും മറ്റുമായിക്കൊണ്ടൊക്കെ ഒതുങ്ങിക്കൂടുകയാണ് വേണ്ടത്. ഒരു യാത്രയിൽ തന്നെ കൂടുതൽ ഉംറകൾ ചെയ്യുക എന്നുള്ള രീതി ഏതായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യം ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബിസിനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ വരുന്ന ലാഭനഷ്ടം സഹിക്കാൻ തയ്യാറുമാണ് എങ്കിൽ അതിലെ ലാഭം പലിശയായി മാറുമോ എന്നാണ്. അത് മൂലധനത്തിൽ തന്നെ വരുന്ന ലാഭനഷ്ടം സഹിക്കാൻ തയ്യാറായി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കിട്ടുന്ന ലാഭം അത് ലാഭമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക. അതിപ്പോൾ ഒരു 1000 രൂപയുടെ ബിസിനസ് എന്ന് വിചാരിക്കുക, ഞാനതിൽ 100 രൂപയാണ് കൊടുക്കുന്നത്, എൻ്റെ ഷെയർ 100ആണ്. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ എൻ്റെ 10% ആണ് ഉണ്ടാവുക. 1000ൻ്റെ 10% ഷെയറാണ് അപ്പോൾ എനിക്ക് ലഭിച്ചത്. പിന്നീട് ആ ബിസിനസ്സിന് തളർച്ച വന്നു, അത് 500 രൂപയുടെ ബിസിനസ്സായി മാറി. അപ്പോൾ എൻ്റെ മൂലധനം എത്ര ഉണ്ടാവണം? 50 ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോഴും എനിക്ക് 100 വേണം, ആ 100ൻ്റെ ലാഭമാണ് വേണ്ടത്. അതല്ലെങ്കിൽ ആ 100ൻ്റെ ലാഭം എനിക്ക് കിട്ടിയാലേ എനിക്കത് ശരിയാവുള്ളൂ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ആ നിലക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പലിശയാണ്, പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കടം കൊടുത്ത പോലെയാണ് അവിടെ വരിക. എത്രയാണോ കൊടുത്തത് തിരിച്ച് കിട്ടണം എന്നാണ്. അപ്പോൾ എത്രയാണോ കൊടുത്തത് അത്ര തന്നെ തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കൂടെ ലാഭങ്ങളൊക്കെ വാങ്ങാമെന്ന് പറയുന്നത്
അത് പലിശയുടെ കൂട്ടത്തിലെ വരിക. കുല്ലു കർലിൻ ജറ നഫ്അൻ ഫഹുവ റിബ എന്നതാണ് അടിസ്ഥാന തത്വം. അഥവാ കടത്തിൻ്റെ ഭാഗമായി കൊണ്ട് വരുന്ന എല്ലാ നഫ്അകളും ഉപകാരങ്ങളും അത് പലിശയിലാണ് വിടുക. അതേസമയത്ത് 50 രൂപ മാത്രമേ അവിടെ എൻ്റെത് മൂലധനമായി പരിഗണിക്കുന്നുള്ളൂ. ആ 50 രൂപയ്ക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ 50 രൂപ അപ്പോൾ നഷ്ടമാണെന്ന് അർത്ഥം. ആ രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ കച്ചവടം ഹലാലാണ്. അവിടെ മൊത്തത്തിൽ എന്ത് വരുന്നുണ്ട്, വളർച്ച വരുന്നുണ്ട്, തളർച്ച വരുന്നുണ്ട്. ഇനി 1000 എന്നുള്ളത് അത് 10,000-ലേക്ക് ഉയർന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ട് എന്താവും, മൂലധനം 1000 രൂപയായി മാറുന്ന സാഹചര്യവും ഉണ്ടാവും. ഈ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ചോദ്യത്തെ മറ്റൊരു രൂപത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങി അതിനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ലാഭനഷ്ടങ്ങൾ അത് പലിശയായി മാറുമോ എന്ന രൂപത്തിൽ ആണെങ്കിൽ ഉറപ്പാണ് പലിശയാണ്. കാരണം ഞാൻ കടം വാങ്ങിയതാണ്. കടം വാങ്ങുന്ന സമയത്ത് ഞാൻ ലാഭം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിബന്ധന വെക്കാം എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് പലിശയിൽ വരിക. അത് നിങ്ങളൊരു 10,000 രൂപയുടെ ബിസിനസ് നടത്തുന്നു, അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എൻ്റെ കാശായിട്ടാണ് വാങ്ങേണ്ടത്. അപ്പോൾ അത് ഞാൻ വാങ്ങിയത് എൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള കടമായിട്ടാണ്. അത് പിന്നെ ഞാൻ എൻ്റെ ധനമായിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതൊന്നും പറഞ്ഞതൊന്നുമില്ല, ഞാൻ കടമായിട്ട് വാങ്ങി നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് വലിയ ലാഭം ഉണ്ടായി. ലാഭം ഉണ്ടായ സമയത്ത് ഞാൻ ആ ലാഭത്തിൽ നിന്നും ഒരു ഓഹരി ഞാൻ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അദ്ദേഹം ആവശ്യപ്പെടാതെയും ഇത്തരത്തിൽ നിബന്ധനകളൊന്നും ഇല്ലാതെ ഞാൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് സ്വീകരിക്കാം. അത് പലിശയല്ല. ഞാൻ കൊടുത്തത് സ്വതക്കയായോ അതല്ലെങ്കിൽ ഹദിയ സമ്മാനമായോ ഒക്കെയാണ് പരിഗണിക്കപ്പെടുക എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ ഈ അലിജാബയിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഭാര്യയുടെ വിവാഹ വസ്ത്രം വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന പണം ഹലാലാകുമോ? കാരണം വിവാഹ വേദിയിൽ ഒരുപക്ഷെ ഹറാമായ പ്രവർത്തനങ്ങളോ അനിസ്ലാമികമായ കാര്യങ്ങളോ നടക്കുന്നുണ്ടാകാം. അപ്പോൾ അത്തരം വേദികളിലേക്ക് ഈ ഡ്രസ്സ് ധരിച്ചു പോകുന്ന രൂപത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് എന്നെ ബാധിക്കുമോ എന്നാണ് ചോദ്യം. ഹലാലായ രൂപത്തിലുള്ള വസ്ത്രമാണ് വിവാഹവേളയിൽ ഭാര്യ ധരിച്ചിരുന്നത് എങ്കിൽ അത് വാടക കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. ആ വസ്ത്രം ധരിച്ചിട്ട് ആളുകൾ ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹറാമ് ചെയ്ത ആളുകൾക്കാണ് അതിനുള്ള കുറ്റം കിട്ടുക. കാരണം ഈ വസ്ത്രം എന്നുള്ളത് ഒരിക്കലും തന്നെ ഹറാമ് ചെയ്യാനുള്ള വഴിയല്ലല്ലോ. അതായത് ഹറാമ് ചെയ്യുവാനും അതല്ലെങ്കിൽ ഹറാമിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന വഴികൾ നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശിക്ഷ നമ്മെ ബാധിക്കുന്നത്. അതേസമയത്ത് അങ്ങനത്തെ ഒരു വഴി അതിൽ നേരിട്ട് വരുന്ന രീതി കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹലാലായ രൂപത്തിൽ മതം അനുശാസിക്കുന്ന രൂപത്തിലുള്ളൊരു വസ്ത്രമായിരുന്നു താൻ വിവാഹ സമയത്ത് ധരിച്ചിരുന്നത്. ഇപ്പം അത് ധരിക്കുന്നില്ല. അപ്പോൾ മറ്റ് വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു വരുമാനം കിട്ടും. അത് പ്രശ്നമൊന്നുമില്ല. അവർ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹറാമകൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ കർമ്മവുമായിട്ട് മാത്രമേ ബന്ധമുണ്ടാവുകയുള്ളൂ. ഇല്ലാത്ത സിറു വാജറത്തൻ വിസറ ഉഖ്റ. പിന്നെ ഭയപ്പെടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനിസ്ലാമികമായ രൂപത്തിലുള്ള വസ്ത്രമായിരുന്നു വിവാഹത്തിന് ഒരാൾ ധരിച്ചിരുന്നത്. ആ വസ്ത്രം വീണ്ടും വാടക കൊടുക്കുകയാണെങ്കിൽ അന്ന് വിവാഹത്തിന് ധരിച്ചതിനുള്ള കുറ്റം ഏതായാലും കിട്ടും. രണ്ടാമത്തെ മറ്റുള്ള ആളുകളെ ധരിപ്പിക്കുന്നതിനുള്ള കുറ്റവും കിട്ടുമെന്നുള്ളതാണ്. അവിടെ ധരിക്കാൻ ഏത് വസ്ത്രമാണ് എന്ന് വസ്ത്രത്തിൻ്റെ രൂപത്തിനനുസരിച്ചാണ് അതിൻ്റെ അവസ്ഥകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മളിവിടെ ഈ ഒരു സെഷനിൽ ചർച്ചയ്ക്ക് വെച്ചു. കൃത്യമായി പ്രമാണബദ്ധമായ ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഉത്തരം നൽകിയ ഉസ്താദ് ഷബീബ് സലാഹി അവർക്ക് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പീസ് റേഡിയോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇതിൻ്റെ ശ്രോതാക്കൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും? ആരുത്തരം നൽകും? മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.